അസ്സലാമലൈക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പാക്കറ്റ് വാങ്ങിക്കുന്ന പാലിൽ നിന്ന് എങ്ങനെയാണ് പനീർ തയ്യാറാക്കുന്നത് എന്ന് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് നമ്മൾ ഫാമിലി പാക്കായി മേടിക്കുന്ന പ്ലെയിൻ യോഗട്ടിൽ നിന്ന് എങ്ങനെയാണ് ഗ്രീക്ക് യോഗട്ടും ലബനയും തയ്യാറാക്കുന്നത് എന്നാണ്. ചില സമയത്ത് ഇങ്ങനെ ഫാമിലി പാക്ക് യോഗട്ടൊക്കെ നമുക്ക് നല്ല ഓഫറിൽ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ആകുമ്പോൾ അത് വെച്ചിട്ട് നമുക്ക് യോഗട്ട് തയ്യാറാക്കാം. ഇൻഡസ്ട്രിയലായിട്ട് ലബന തയ്യാറാക്കുമ്പം വെജിറ്റബിൾ ഓയിൽ ചേർക്കുന്നുണ്ടെന്ന് ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഗ്രൂപ്പിൽ പറഞ്ഞു കേട്ടിരുന്നു. ചില ബ്രാൻഡ് യോഗർട്ടുകൾ സ്കിമ്മഡ് മിൽക്ക് പൗഡറിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വാങ്ങുമ്പം ശരിക്കും ബോട്ടിൽ പരിശോധിച്ചിട്ട് അതൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വാങ്ങിച്ചാൽ മതി. ഇതുപോലെ നാട്ടിലും യോഗട്ട് മിൽക്കി മിസ്റ്റിൻ്റെയും മിൽമയുടെയും ഒക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ യോഗട്ട് വാങ്ങിക്കുമ്പോൾ ഫുൾ ഫാറ്റ് തന്നെ വാങ്ങണം. ഫ്ലവേർഡും ഫ്രൂട്ട് മിക്സഡും ഒക്കെ ആയിട്ടുള്ളത് വാങ്ങിക്കരുത്. അപ്പോൾ ഞാനിവിടെ ഒരു ഫാമിലി പാക്കറ്റ് ബക്കറ്റ് വാങ്ങിച്ചിട്ട് പോവാണ്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഇതെങ്ങനെ നമുക്ക് ലബനയും ഗ്രീക്ക് യോഗട്ടും ആകുന്നത് എന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിവിടെ 2 കിലോയുടെ ഒരു യോഗട്ടാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കിതിനെ ഒന്ന് ഉടച്ചെടുക്കാം, വിസ്ക് ചെയ്യാം. ഉടച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്ട്രെയിനറാണ്, പിന്നെ ഒരു കിച്ചൺ ടവൽ വേണം. സ്ട്രെയിനർ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ നല്ല എയറൊന്നും കയറാതെ അടച്ചു വെക്കാം. നമ്മളിത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ എയർ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രമാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇതിൻ്റെ അടിയിൽ വെള്ളം വാർന്നു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ കുക്കറിൻ്റെ ഒക്കെ അകത്തുള്ള അതിട്ടിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം വാർന്നു നിൽക്കാൻ ഒരുപാട് ഗ്യാപ്പായി, ഒരുപാട് സ്പേസായി. എന്നിട്ട് ടവലിട്ട് കൊടുക്കാം. ഇനി യോഗട്ടിനെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് അളന്നെടുക്കുകയാണ്. അപ്പോൾ അതാണ് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ അതും എത്ര ഉണ്ടെന്ന് അളന്നെടുക്കാമല്ലോ. അപ്പോൾ അളന്നെടുക്കുകയാണ് നല്ലത്. അപ്പോൾ ഞാൻ 250 ml കപ്പിന് ആണ് ഇവിടെ അളക്കുന്നത്. അളന്നെടുത്തില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അളക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയായി, നമുക്കിത് അടച്ച് വെക്കാം. അപ്പോൾ ഞാൻ ഈ ടവലിൻ്റെ ബാക്കിയുള്ള ഭാഗം ഇതിനകത്തേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രിഡ്ജിനകത്ത് നന്നായിട്ട് അടച്ച് വെക്കാതെ ഞാൻ ആ ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു സ്മെല്ല്, എന്തോ ഒരു ചുവ നമ്മുടെ എന്താണോ ഫുഡ് വെച്ചത് അതിനകത്ത് ഉണ്ടാകും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു പാത്രത്തിലും ഫ്രിഡ്ജിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കാം. ഇനി ഇത് എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഗ്രീക്ക് യോഗട്ട് ആക്കുന്നത്, എത്ര സമയം കഴിഞ്ഞിട്ടാണ് ലബന ആകുന്നത് എന്ന് ഞാനിത് എടുക്കുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞു. അതിൽ നിന്ന് ഈ ഗ്രീക്ക് യോഗട്ട് ആക്കാനുള്ളത് മാത്രം ഞാനിപ്പം പുറത്തെടുക്കുകയാണ്.
ലബന ആക്കാനുള്ളത് എടുക്കുന്നില്ല, അത് കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് വേണം. അപ്പോൾ ഇതേതായാലും നമുക്കൊന്ന് തുറന്ന് നോക്കാം. യോഗട്ടിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ പോയിട്ടുണ്ട്, നല്ലൊരു സ്മൂത്ത് ടെക്സ്ചറായിട്ടുണ്ട്. ടവലൊന്നും അധികം പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ പാത്രത്തിൻ്റെ താഴെ കണ്ടില്ലേ, അത്യാവശ്യം വെള്ളമൊക്കെ ഇതിൽ നിന്ന് ഊർന്നിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അളന്ന് നോക്കാം. കറക്റ്റ് 1/2 കപ്പ് വെള്ളം ഇതിൽ നിന്നിപ്പം പുറത്തേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതെടുത്തിട്ട് നമുക്കൊരു സ്റ്റോറിങ് ബോക്സിലേക്ക് മാറ്റാം. നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ടുണ്ട്. അധികമൊന്നും ടവലിൽ പറ്റി പിടിച്ചിട്ടൊന്നുമില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഇതിലുള്ള വെള്ളമൊക്കെ പോയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ടാണെങ്കിൽ കുറച്ചും കൂടെ നന്നാകും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാകും ഫ്രിഡ്ജിൽ, അതിനുശേഷം എടുക്കാമെന്ന്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ. എന്തായാലും നല്ലൊരു ടെക്സ്ചറൊക്കെ ഉണ്ട്. കഴിച്ച് നോക്കിയപ്പം യോഗട്ടിൽ നിന്നൊന്ന് വെള്ളം ഒന്ന് ഡ്രൈ ആയ ഒരു പോലെ, പക്ഷെ നമ്മൾ വാങ്ങിക്കുന്ന ഒരു ടേസ്റ്റിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിനി പുറത്ത് വെക്കരുത്, ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഒരാഴ്ചൻ്റെ ഉള്ളിലൊക്കെ ഉപയോഗിച്ചാൽ മതി. ഒരു ഗ്ലാസിൻ്റെ പാത്രത്തിലാക്കിയിട്ട് സൂക്ഷിക്കുകയാണ് കുറച്ചുകൂടെ നല്ലത്. ഇപ്പം 6 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമ്മൾ ലബന ആകാൻ വെച്ചത് എടുക്കാം കേട്ടോ. ഡയറ്റിലുള്ളവർ ഇതിൽ നിന്നും പിരിച്ചെടുത്ത് ഈ വെള്ളം ഉപയോഗിക്കരുത്. എന്നാൽ കുട്ടികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കറി ഉണ്ടാക്കുന്നതിലേക്കൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. ഗ്രീക്ക് യോഗട്ട് തയ്യാറാക്കിയപ്പോൾ നമുക്ക് 1/2 കപ്പാണ് വെള്ളം കിട്ടിയത് അതിൽ നിന്ന്. പക്ഷേ ലബന തയ്യാറാക്കിയപ്പം 1 കപ്പ് വെള്ളം കിട്ടിയിട്ടുണ്ട്. ലബന നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ലബന പോലെ തന്നെയുണ്ട്. അപ്പോൾ ഇതിൽ ഗ്രീക്ക് യോഗട്ടിനേക്കാളും കൂടുതൽ പ്രോട്ടീൻ ഉണ്ടാവും കേട്ടോ. കാരണം അതിൽ നിന്നേക്കാളും ഡബിൾ വെള്ളം നമ്മൾ ഇതിൽ നിന്ന് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോയി ഇനിയിപ്പോൾ ഇതിനകത്ത് പ്രോട്ടീനാണുള്ളത്. അപ്പോൾ വെജിറ്റേറിയനായ ആൾക്കാർക്കൊക്കെ സലാഡിലേക്ക് തൈര് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ഇത് നന്നാകും, കാരണം ഇതിനകത്ത് പ്രോട്ടീൻ കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം. ലബന അടിപൊളിയാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന ലബന പോലെ തന്നെ. കടയിൽ നിന്ന് വാങ്ങുന്നതിന് കുറച്ചും കൂടി ഉപ്പുണ്ടാവും. അതിൽ ഉപ്പിട്ടിട്ടില്ല, ഉപ്പുണ്ടാവും. അതാണ് ലബനയും ഫ്രഷ് ക്രീമുള്ള വ്യത്യാസം. ഇതെങ്ങനെ ഫ്രഷ് ക്രീം ആവുക? ഇത് ഫ്രഷ് ക്രീം ആവില്ല. പിന്നെ അവർ പറയല്ലോ ഉപ്പ് ചേർക്കുന്നത് ലബനയും മധുരം ഷുഗർ ചേർക്കുന്നത് ഫ്രഷ് ക്രീമും. ഓരങ്ങനെ പറഞ്ഞേക്കാം. കട്ടി വ്യത്യാസം ഉണ്ടാവും. ഫ്രഷ് ക്രീം കട്ടി ഉണ്ടാവില്ല. ഫ്രഷ് ക്രീം ബദറിൻ്റെ ഫ്രഷ് ക്രീം ഇതേപോലെ തന്നെ ഉണ്ടാവുക. പക്ഷേ ഇതിനെക്കാണെങ്കിൽ കുറച്ചും കൂടി കട്ടി ഉണ്ടാവും. ഓരോ ഫ്രഷ് ക്രീമും വ്യത്യാസമുണ്ട്. ഈ പിനാറിൻ്റെ ഇത് ഈ പറഞ്ഞ പോലെ കട്ടില്ലാതെ മധുരം വല്ലാതെ തോന്നിക്കണേ. എനിക്ക് തോന്നുന്നു അതിൽ സൺഫ്ലവർ ഓയിൽ ഉണ്ടോന്ന്. എന്തായാലും അലഹംദുലില്ല ഇത് ഉഷാറായി. ഞാൻ എന്തെങ്കിലും നട്ട്സും ഫ്രൂട്ട്സൊക്കെ ഇട്ട് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചത്, അതേ ഇതിൽ ഉപ്പിടാഞ്ഞത്. ഇതിൽ നട്ട്സും ഫ്രൂട്ട്സും ഇടുന്നു. ഗ്രീക്ക് യോഗട്ട് നമ്മൾ വാങ്ങിക്കുന്നതും നമ്മൾ വീട്ടിലുണ്ടാക്കിയതും കൂടി നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. വാങ്ങിക്കുന്നതിൻ്റെ ഒരു ടെക്സ്ചറും ടേസ്റ്റും ഒന്നുമല്ല വീട്ടിലുണ്ടാക്കി എടുത്തതിന്. അപ്പോൾ എന്തായാലും ഇത് അത്ര ഒരു വിജയകരമല്ല, എന്നാലൊരു 60% വിജയിച്ചു എന്ന് പറയാം.
പക്ഷേ ലബന ഫുൾ പക്ക അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ട്രൈ ചെയ്യുമ്പം ഗ്രീക്ക് യോഗട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ അതിലുള്ള വെള്ളം പോകാനായിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു ടെക്സ്ചർ കിട്ടും. പിന്നെ ടേസ്റ്റ് നമ്മൾ യോഗട്ട് എത്രയും പുതിയത് വാങ്ങുന്ന അതേപോലെ ഉണ്ടാകും. യോഗട്ട് പഴകി കഴിഞ്ഞാൽ അതിൻ്റെ പുളി കൂടുമല്ലോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.